ഇത്തരം പരിപാടികളൊക്കെ ആന്റണി മുമ്പേ നിർത്തിയതാ. നിങ്ങൾ വന്ന് പറയുമ്പോ ഒഴിവാക്കാനും പറ്റില്ല. എന്താ ചെയ്യാ? അതെ, ഈ ആന്റണി ഏട്ടൻ ഏറ്റാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. അടുത്ത നിമിഷം നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളുടെ വീട്ടിലെത്തിയിരിക്കും. ആ നവീൻദാസിനെ എത്ര ഈസി ആയിട്ടാ ആന്റണി ഏട്ടൻ പിടിച്ച് പോലീസിൽ എത്തിച്ചത്. നിങ്ങൾ അതിന്റെ വീഡിയോയും ഫോട്ടോ ഒക്കെ കണ്ടതല്ലേ? സുധിയെ മോചിപ്പിക്കാൻ കഴിയുന്ന എനിക്ക് ഉറപ്പുണ്ട്. ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഓടി വന്നത്. പ്ലീസ് ആന്റണി, എന്നെ ഒന്ന് സഹായിക്കണം. ആന്റണി എത്ര കാശ് വേണമെന്ന് പറഞ്ഞു മതി, ശ്രുതി തരും. നവീൻദാസിന്റെ കാര്യത്തിൽ ഞാൻ കാശൊന്നും വാങ്ങിച്ചിട്ടില്ല. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് ഇത്തിരി കാശ് ചെലവാവും. കുറച്ച് റിസ്ക് ആണ്. കാർ ഏതാണെന്ന് അറിയാം, പക്ഷേ കാറിന്റെ നമ്പർ അറിയില്ല. അതാണ് പ്രശ്നം. കാറ് തിരിച്ചറിയാൻ അതിന്റെ ബാക്കിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. കാറ് പോയ ദിശയും അറിയാം. അതൊക്കെ വെച്ച് ആന്റണി ഒന്ന് അന്വേഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. മീര എന്നെ പഠിപ്പിക്കണ്ട. ഞാനിത് പോലീസിൽ അറിയിക്കാത്തതിന്റെ കാരണം ആന്റണിയോട് പറഞ്ഞിരുന്നല്ലോ. എന്റെ വീട്ടിൽ പോലും ഞാനത് അറിയിച്ചിട്ടില്ല. മറ്റാരും ഇത് അറിയരുത്. ആന്റണി വളരെ ശ്രദ്ധിച്ചു വേണം നീങ്ങാൻ. ഞാൻ ഇങ്ങനൊരാളെ സുധിയെ മോചിപ്പിക്കാൻ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് അവൾ അറിഞ്ഞ സുധി അവൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. പോലീസ് എങ്ങാൻ വന്നാ സുധിയുടെ ശവശരീരമായിരിക്കും കാണുകയെന്ന് അവൾ എന്നോട് പറഞ്ഞിരുന്നു. നിനക്ക് രക്ഷപ്പെടാം. നിന്റെ ഭാര്യ ഞാൻ ആവശ്യപ്പെട്ട് കാശ് തന്നാല് ഞങ്ങളുടെ കണ്ണു വെട്ടിച്ച് നിനക്കിവിടുന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. നീ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട സുധി. വേറെ എന്തൊക്കെ ആലോചിക്കാൻ കിടക്കുന്നു. ഞാൻ കാനഡയിലേക്ക് പോകുന്നതിന് മുമ്പുള്ള നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കേ. എന്ത് രസമായിരുന്നല്ലേ. ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ആയിരുന്നില്ലേ നമ്മൾ ജീവിച്ചത്. നിനക്ക് വേറെ ജോലിയൊന്നും ഇല്ലാത്തോണ്ട് ഫുൾ ടൈം നീ എന്റെ താമസ സ്ഥലത്ത് തന്നെയായിരുന്നു. നിന്റെ 300 വാക്കുകളെ ഇപ്പോഴും എന്റെ മനസ്സിൽ തന്നെ ഉണ്ട്. നിന്റെ ഉള്ളിൽ ഒരു മഹാനായ കള്ളൻ ഒളിച്ചിരിപ്പുണ്ടെന്ന് മനസ്സിലായതോടെയാ ഞാൻ നിന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നോക്കിയത്. ഇപ്പോ കുറ്റ എന്റെ തലയില്. ഞാൻ കള്ളൻ, നീ നല്ലവള്. ഞാൻ നിന്നെ ആത്മാർത്ഥമായിട്ട് തന്നെയാ സ്നേഹിച്ചത്. പക്ഷെ നീ എന്നോട് സ്നേഹമുണ്ടെന്ന് അഭിനയിച്ചു. എന്നിൽ നിന്ന് കാശടിച്ച് മാറ്റാനുള്ള കലാപ്രകടനമായിരുന്നു അത്. അങ്ങ് കാനഡയിൽ ബിസിനസ്സാണ്, കയ്യിൽ കോടികളുണ്ടെന്നൊക്കെ പറയുന്നു. എന്താടി നിന്റെ ബിസിനസ്? ഇതുപോലെ പ്രണയം നടിച്ച് കാശ് കൈക്കലാക്കുന്നതാണോ നിന്റെ ബിസിനസ്? നീ ഒരു ക്രിമിനലാ. നിന്നിൽ നിന്ന് വന്ന് എന്നെ രക്ഷപ്പെടുത്തിയ ദൈവത്തിനോട് ഞാനിപ്പോ നന്ദി പറയുക. നീ എന്നിൽ നിന്ന് രക്ഷപ്പെട്ടില്ലല്ലോ സുധി. നീ ഇപ്പോഴും എന്റെ കസ്റ്റഡിയിലല്ലേ. നിന്റെ ജീവൻ എന്റെ കയ്യിലാ. നിലിമേ, നമ്മൾ തമ്മിലുള്ള എല്ലാ കണക്കും അന്ന് അവസാനിപ്പിച്ചതാ. നീ എന്റെ കെട്ടയച്ചു വിട്. എന്നൊന്ന് പോകാൻ അനുവദിക്ക്. പോയി അധ്വാനിച്ച് കാശുണ്ടാക്കി ജീവിക്കാൻ നോക്ക്. അല്ലാതെ ഇത്തരം ചീപ്പ് വഴിയിലൂടെ അല്ല കാശുണ്ടാക്കേണ്ടത്. ഇത് നീ തന്നെ പറയണം.